ഈ വേദപുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ സ്വർഗ മഹിമ എല്ലാം വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നിട്ടും നമ്മുടെ കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവിനെ അവർക്ക് വേണ്ടവണ്ണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ആത്മീയ ലോകത്തിനും യേശു കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചില പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിച്ചിരിപ്പാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു, ഞങ്ങൾ നസ്രയനെ കണ്ടെത്തി, അവൻ മശിഹായാണ്. ഉടനെ നഥനയേൽ ചോദിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എന്നെ ശ്രദ്ധിച്ചേ, ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തൊരു ഗ്രാമമായി, ഒരു സ്ഥലമായി നസ്രയത്തിനെ എഴുതി തള്ളി. എന്നാൽ ആ നസ്രയത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ വന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തിടമെന്ന് പിശാച് എഴുതി തള്ളുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും നന്മ നസ്രയത്തിൽ നിന്ന് വരുത്തിയെങ്കിൽ എഴുതി തള്ളി ഇവിടെ നടുവിൽ, വിധിച്ചു തള്ളിയുടെ നടുവിൽ ഒരു നന്മയും വരാൻ സാധ്യതയില്ലെന്ന് എഴുതി മാറ്റിയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ തലമുറയെ ആമേൻ ഒരത്ഭുതമാക്കി ദൈവം മാറ്റും. ഒരാ ശക്തിയോടെ 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 സങ്കീർത്തനക്കാരൻ പറയുന്നു, ഗോവാസിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. കൂടെ ഞാൻ പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുക. കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവം നിനക്ക് വേണ്ടി ചില ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെയായിരിക്കും, നീ സ്വപ്നം കാണുന്നവളെ പോലെയായിരിക്കും. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. അതെ, ആരൊക്കെ ഉപവാസത്തോടിരിക്കുന്നു, ആരൊക്കെ പ്രാർത്ഥനയോടിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു സ്വപ്നം പോലെ വെളിപ്പെടാൻ പോകുകയാണ്. ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ? പ്രാർത്ഥിച്ചോ, ചിലതൊക്കെ സംഭവിക്കും. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർ ഇതിനകത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന നീ കാണും. നീ ദൃഷ്ടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ്, ഞാൻ പ്രവചനാത്മാവ് വിളിച്ചു പറയുക, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഒരിക്കലും ഇതിനകത്ത് കാല് കുത്തത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലർ ഇതിനകത്ത് നിന്ന് അന്യഭാഷയിൽ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. സൗലുമുണ്ടോ പ്രവാചകണത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഇവനും പ്രവാചകനായോ എന്ന് ചിന്തിക്കും. അതെ, പരിശുദ്ധാത്മാ പറയുന്നു, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ചില മാതാക്കളോട് പറയുന്നു, നിന്റെ മകൻ ആളുമാറിയവനെ പോലെയാകും, നിന്റെ മകൾ ആളുമാറിയവനെ പോലെയാകും. ഇവനുമുണ്ടോ പ്രവാചകണത്തിൽ എന്ന് ചോദിക്കത്തക്കവണ്ണം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എന്താ സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാര്യം? അതിന് കാരണം പ്രവാസത്തിലേക്ക് പോയി സാജനം മടങ്ങി വരില്ലെന്ന് ഇസ്രായേൽ മക്കൾ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി സാജനം മടങ്ങി വരില്ലെന്ന് അവിടെ അയൽക്കാർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി സാജനം മടങ്ങി വരില്ലെന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് ലോകം കരുതിയത്, അയൽക്കാർ കരുതിയത് സ്വർഗത്തിലെ ദൈവം സംഭവിപ്പിച്ചു. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് പിശാചികൾക്ക് തൻ്റെ ഇടത്തോട് പറ, സംഭവിക്കത്തില്ലെന്ന് ലോകം ചിന്തിക്കുന്നത്, സംഭവിക്കത്തില്ലെന്ന്, നടക്കത്തില്ലെന്ന് അയൽക്കാർ ചിന്തിക്കുന്നത്, നിന്റെ കൂട്ടായ്മയിൽ ആരാധിക്കുന്നവൻ പോലും ചിന്തിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയും? കൈകളടിച്ച് എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? അതെ, ദൈവം അത് സംഭവിപ്പിക്കും.
നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. അടുത്ത വാക്യം വായിച്ചോ സിസ്റ്ററെ, അടുത്ത വാക്യം വായിച്ചോ. ഫിലിപ്പോസ് പറഞ്ഞു കേട്ട നഥനയേൽ യേശുവിനെ വന്ന് കാണാൻ വരിക. യേശു അവനെ ചെന്ന് കാണാൻ അങ്ങോട്ട് ചെല്ലുക. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്നവനെ കുറിച്ച് പറഞ്ഞു. സാധാരണ നമ്മളെ കുറിച്ച് ആരെങ്കിലും ദോഷം പറഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് നമ്മൾ നല്ലത് പറയത്തേ ഇല്ല. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞ് നാക്കകത്തിട്ടതേ ഉള്ളൂ. അവനെ നോക്കി പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ. നമ്മൾ വാഴ്പാഴ്ത്തൽ, നമ്മൾ കർത്താവിനെ പോയിട്ട് നോക്കിയല്ല ദൈവത്തിന് നമ്മളോടുള്ള പ്രതികരണം. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും. കൈയടിച്ചേ. ഓ ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. പാപച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ പറയാ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. പാപച്ചെളിയിൽ നിന്നും വീണ്ടെടുത്തന്നെ പറയാ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം, എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം, സ്തോത്രയാഗമെന്നും അർപ്പിച്ചേർന്ന് പാടിക്കേ ശക്തിയോടെ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടു ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ എന്നെ അനുദിനം നഴിച്ചിടണമേ, വീഴാതെ അങ്ങു നിന്നടുക്കലെത്തിടാൻ. എന്നെ അനുദിനം നയിച്ചിടണമേ, വീഴാതെ അങ്ങു നിന്നടുക്കലെത്തിടാൻ. ആലംബമായിടും ആത്മാവെ തന്നതാൽ, ആലംബമായിടും ആത്മാവെ തന്നതാൽ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടു ഞാൻ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടു ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി നമ്മൾ വിശ്വാസിയായ ശേഷമൊന്നും അല്ല കേട്ടോ. ഈ നയമാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നയമാൻ മുഖേനെ ആരാമിന് ജയം കിട്ടിയെന്നാണ്. നയമാൻ ജാതീയനായിരുന്നു, അവൻ തോപ്പിച്ച് ഇസ്രായേലിനെയാണ്. പക്ഷെ നയമാനെ മേൽ ദൈവത്തിനൊരു കണ്ണുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഫോർ നോളജിൽ നയമാൻ എവിടെ എത്തുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഇതിനാവിത്രയും ഇവിടുന്ന് ആരാധിക്കും ദൈവമക്കളെ. നമ്മൾ ഈ കൃപയെ വന്ന ശേഷം അല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്.
നീ എവിടെ എത്തുമെന്നറിയുന്ന ദൈവം നിന്റെ അമ്മയുടെ ഉദരം മുതൽ, അല്ല നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് മുതൽ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിരുന്നു. ഹല്ലേലൂയ. പലയിടത്തും ചാകണ്ട നിന്നെ അവിടൊക്കെ ദൈവം സൂക്ഷിച്ചതിനകത്ത് കൊണ്ടുവന്നു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചില വിഷയങ്ങൾ തീരുന്നുണ്ട്, ഞാൻ ആ ഭാഗം വിടുകയാണ്, കട്ട് ഔട്ട് ചെയ്ത്. അപ്പൊ ഈ നദനേൽ പറഞ്ഞു, നദനേൽ നോക്കി പറഞ്ഞ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. ഉടനെ അടുത്ത വാക്യം, നദനയേൽ അവനോട് യെസ്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, നദനയേൽ അവനോട് റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? അടുത്ത്, നീ ഇതിനേക്കാൾ വലിയ, അവിടെ ഒരു ദൂതുണ്ട്, നീ ഇതിനേക്കാൾ വലിയത് കാണും. നമ്മൾ വിചാരിച്ചത് പലതും പോയി തീർന്നു, അടഞ്ഞു, ഇല്ലാതായി എന്നൊക്കെയാ. ഇവിടെ നിന്ന് ഓരോ വാക്കും ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുക, നീ ഇതിനേക്കാൾ വലുത് കാണും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ അഭിഷക്തൻ അവിടുന്ന് കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുക, കഴിഞ്ഞ കാലത്ത് നടന്നതിനേക്കാൾ വലിയ ദൈവ പ്രവർത്തികൾ ഈ ഹാളിനകത്ത് കർത്താവ് വരാൻ താമസം നടക്കും. വളരെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. കൂട്ട സ്നാനങ്ങൾ ഇനിയും നടക്കും. നീ കണ്ടതിനേക്കാൾ, നീ പണ്ട് കണ്ടതിനേക്കാൾ ചിലത് ഇനിയും കാണും. അവൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ, അറിയേണ്ടതുപോലെ കർത്താവിനെ അറിയണം. കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം. നെടുമ്പാട് വീഴും, നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ പോകും. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാഞ്ഞ് 2-3 പേരുടെ കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കൃത്യസമയം നിർത്തണമല്ലോ. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം 41 മുതൽ നമ്മൾ വായിച്ചാൽ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. പരിശുദ്ധാത്മാവിന് ആത്മീയ ലോകത്തെ നോക്കി വിലപിക്കുന്നത് പരിശുദ്ധാത്മാവ്, ദൈവം ആരെന്ന് നമ്മളൊന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ അറിയേണ്ടതുപോലെ അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. വായിച്ചോ. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് ചില കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. പെസഹ പെരുന്നാളിന് പോകുമ്പോൾ യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. അടുത്തത്, പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി ആരെയും കൊണ്ടുപോയി? യേശുവിന്റെ അമ്മയപ്പന്മാർ പെരുന്നാളിന് പോയപ്പോ ആരെയും കൂടെ കൊണ്ടുപോയി? ഇവിടെ കേക്കട്ടെ, ഇനി ഇച്ചിരി ഗ്യാപ്പുണ്ട്. നമ്മൾ ആരെ കൊണ്ടുപോയി? യേശുവിനെ. പെരുന്നാളും ഉത്സവവും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം മക്കളെ കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്? കൈതാത്തിട്ടോ, ഞാൻ കൈവക്കാനൊന്നും പറഞ്ഞില്ല. ആരാധനയ്ക്ക് വരുമ്പം പിള്ളേരെയും കൊണ്ടുവരുന്ന എത്ര പേരുണ്ട്? നീ ആരാധിക്കുന്നിടത്ത് നമ്മൾ കുറച്ച് അന്യഭാഷയും ബഹളം വെച്ച് പോയിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യം കൂടെ അകത്ത് കയറണം. നീ ആരാധിക്കുന്ന ഹോളിൽ നിന്റെ തലമുറയും ദൈവത്തെ ആരാധിക്കണം. നീ ആരാധിക്കാൻ പോകുമ്പം പിള്ളേരെ ക്രിക്കറ്റ് കളിക്കാൻ വിട്ടിട്ട് പോരരുത്, കമ്പ്യൂട്ടർ കളിക്കാൻ ഇട്ട് കൊടുത്തിട്ട് പോരരുത്, ഗെയിം കളിക്കാൻ വിട്ടുകൊടുത്തിട്ട് പോരരുത്. ആവർത്തനം 12:12, ആവർത്തന പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. യെസ്, ആവർത്തനം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണത്തിലെ ലേവ്യനും സന്തോഷിക്കണം. നീ മാത്രം സന്തോഷിച്ച പോരാ, നിങ്ങളുടെ പുത്രനും പുത്രിയും സന്തോഷിക്കണം. ആരാധനാ ഹാളിൽ നിവർത്തിയുണ്ടെങ്കിൽ മക്കളെയും കൊണ്ട് വന്നോണം. ചിലർ ഞായറാഴ്ചകളിൽ പിള്ളേരെ ട്യൂഷന് കൊണ്ടുവിട്ടിട്ടാ അവരാരാധനയ്ക്ക് വരും. വിതൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ, വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ. കുഞ്ഞിലെ മക്കളെ പഠിപ്പിച്ചോണം. മക്കളെ, ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിന്റെ നഷ്ടങ്ങൾ
നാളത്തെ വലിയ നേട്ടങ്ങളത്രേ. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നിന്റെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടമാണ്. അത് കല്യാണമായാലും അങ്ങനെ. ദൈവത്തെ മാറ്റി നിർത്തി കെട്ടാൻ പോയാൽ തൽക്കാല നേട്ടമാ, പിന്നെ വലിയ ഓട്ടമാ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അതൊക്കെയല്ലേ. യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആരാധിക്കാൻ പോയപ്പോൾ മോനെ കൊണ്ടുപോയി. ഞങ്ങളൊക്കെ കുഞ്ഞിലെ SLC എക്സാം നടക്കുമ്പോൾ മോഡൽ പരീക്ഷയാണെങ്കിലും കാത്തിരിപ്പിയോ ഉണ്ട്, അവിടെ പോകാൻ പറയും. അവിടെ പോയിരുന്ന് അഭിഷേകം പ്രാപിക്കാൻ പറയും. നമ്മളൊക്കെ വലിയ ഓട്ടത്തിലാണ്. നമുക്ക് നമ്മുടെ കാര്യം. മീവൽ കുരികിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തി. നമുക്ക് ഈ പരക്കമ്പാച്ചിലിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയുക, ഞാനത് വളരെ ശക്തിയോട് പ്രസംഗിക്കുന്ന ആളാണ്. ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഈ നമ്മളുടെ കർത്താവിനെ സേവിച്ചതിൻ്റെ റിസൾട്ട് അറിയുന്നത് നമ്മൾ ഇവിടുന്ന് പോയ ശേഷവും കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മുടെ തലമുറ ഇവിടെ മുട്ടിമേൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. സത്യത്തിൽ ഞാൻ പൊതു പെന്തക്കോസ്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് പറയാം, ഈ പോക്ക് പോയാൽ കുറെ കാലം കൂടെ കഴിഞ്ഞാൽ പല പെന്തക്കോസുകളും താഴിട്ട് പൂട്ടേണ്ടി വരും. ഡോക്ടർ സിനിയൊക്കെ യങ്സ്റ്റേഴ്സിനിടെ പ്രവർത്തിക്കുന്നവരാണ്. അടുത്ത തലമുറ ഇവിടെ ഇല്ല, പെന്തക്കോസ് കോളുകളില്ല. വളരെ കരയേണ്ട കാലമായത്. നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരാ. നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോകും മുമ്പ് അഭിഷേകം പ്രാപിക്കണം. അവർ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കണമെന്നവരാകണം. ഞാൻ കൂടെ ഒത്തിരി യോഗങ്ങളിൽ പറയാറുണ്ട്, നിന്റെ മോൻ ഡോക്ടർ ആകുമ്പോൾ ദൈവത്തെ സ്തുതിക്ക്, നിന്റെ മകൾ എഞ്ചിനീയർ ആകുമ്പോൾ ദൈവത്തെ സ്തുതിക്ക്, റാങ്ക് കിട്ടുമ്പോൾ സ്തുതിക്ക്. എന്നാൽ തുടിക്കുന്ന ഹൃദയത്തോട് തുളുമ്പുന്ന കണ്ണുകളോട് നീ ദൈവത്തെ സ്തുതിക്കണം. എവിടെ നിന്നറിയാമോ? നീ ആരാധിക്കുന്ന ഹോളിൽ നിന്റെ മുമ്പിൽ വന്ന് നിന്ന് നിന്റെ കുഞ്ഞ് അന്യഭാഷയിൽ ആത്മനിറവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞ കവിഞ്ഞ് ഒഴുകണം. ഒന്ന് നന്നായി കഴമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവതാ. ഇന്ന് പകൽ ഈ ഹോളിൽ വന്ന യങ്സ്റ്റേഴ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും അല്പസമയയുടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ മേലുള്ള ആത്മാവിന്റെ പകർച്ച അവിടെ മേലുണ്ടാകട്ടെ. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന പാടുന്ന ആരാധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ ദുഷ്ടലോകത്തിൽ, ഈ പാപലോകത്തിൽ, ഈ അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ പണമില്ലാതെ ജീവിക്കാം, ഡോളറില്ലാതെ ജീവിക്കാം, ദൈവത്തിന്റെ കൃപയില്ലാതെ, ദൈവീയ അഭിഷേകമില്ലാതെ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു സെക്കൻഡ് ഇവിടെ നിൽപ്പാൻ കഴിയില്ല. വായിച്ചോ? സമയം വളരെ പോകുന്നു. പെരുന്നാളിന് പോയി വായിക്കുക. അടുത്ത വാക്യം വായിക്കുക. 43. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അടുത്തത്, അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. അടുത്തത്, പിന്നെ അവന് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത്. സ്വന്തം കയ്യിലുണ്ടായിരുന്ന കർത്താവ് കളഞ്ഞു പോയത് ആരറിഞ്ഞില്ല? കയ്യിലുണ്ടായിരുന്ന കർത്താവ് കളഞ്ഞു പോയത് അറിഞ്ഞില്ലെന്ന്. കൂടെ ഉണ്ടായിരുന്ന കർത്താവ് പോയത് അറിഞ്ഞില്ലെന്ന് അപ്പനും അമ്മയും. കാരണം അവർക്ക് അവൻ്റെ വില, കൂടെ ഉണ്ടായിരുന്ന ആരാണെന്നുള്ള വില അവർക്ക് അറിഞ്ഞുകൂടാ. ഈ കൂടെയുള്ളവനെ പ്രപഞ്ചത്തിന് വൃത്തം വരച്ചവനാ, ആകാശഭൂമിയുടെ ഉടമസ്ഥനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അവർക്ക് മനസ്സിലായില്ലേ കൂടെയുള്ള ആരാന്ന്? കുഞ്ഞെ, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ നീ സേവിക്കുന്നവൻ ആരാണെന്ന്? നീ വിശ്വസിച്ചത് ആരെയാണെന്നറിയാമോ? അവന്റെ ശക്തി എത്ര വലുതാണെന്ന് നിനക്കറിയാമോ? ഒന്നര ദിവസം പോയി, പിന്നെ 1.5 ഇങ്ങോട്ട് വന്ന് 3-ാം ദിവസമാ. എൻ്റെ മുഖത്തോട് നോക്കി.
12 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞു കൂടെ ഉണ്ടായിട്ടേ അന്വേഷിച്ചപ്പോഴാ ഒരു ദിവസം കഴിഞ്ഞ്. വെള്ളം കുടിച്ചോന്ന് അന്വേഷിക്കണ്ടേ? നമ്മളോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ചോണം. നമ്മുടെ തലമുറ നമ്മെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. യേശുവിൻ്റെ അമ്മയപ്പന്മാർ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കൂടെ ഇല്ലെന്ന്. ആരില്ലെന്ന്? കർത്താവ് കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞു. നമ്മൾ പലരും 15 വർഷം കഴിയുമ്പോൾ അറിയുന്ന മോളിക്കുട്ടി കയ്യിൽ നിന്ന് പോയി, ജോണിക്കുട്ടി കയ്യിൽ നിന്ന് പോയി. അഭിനയമൊക്കെ കാണും, സഹായത്തിനും മരുന്നുണ്ടായിരിക്കും, പക്ഷെ കൂടെ ഉണ്ടോ എന്ന് ഉറപ്പ് പ്രാപിച്ചോണം മക്കള്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. ഞാൻ എല്ലാ ലോകരാജ്യങ്ങളും മലയാളികളുണ്ടോ കൃപയാൽ അവിടെ എല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഓൺലൈനാണേലും. അപ്പം ഞാൻ പറയും, ഒരു 15 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ നിന്റെ പെന്തക്കോസ് രക്ഷപ്പെട്ടു, അല്ലെ നിന്റെ കാനഡ രക്ഷപ്പെട്ടു, അമേരിക്ക രക്ഷപ്പെട്ടു. 15 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ നിന്റെ കൂടില്ലെങ്കിൽ നിന്റെ കാനഡ വട്ടപൂജ്യമാണ്. തലമുറ ദൈവം നൽകിയ ഭൗതിക ധനം നമ്മുടെ തലമുറയെ നരകത്തിലെത്തിച്ചാൽ അത് അനുഗ്രഹമല്ല, ശാപമാ. കാരണം എന്താ? ഈ ദാരിദ്ര്യം കൊണ്ട് അധികം ആരും ദൈവത്തോട്ട് പോയിട്ടില്ല ദൈവമക്കളെ. എന്നാൽ സകലത്തിൻ്റെയും സമൃദ്ധി ഏതുവായി പലരും കൃപവിട്ട് പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ഭയപ്പെടണ്ടേ? കൂടെ ഉണ്ടായിരുന്ന കർത്താവ് കൈവിട്ടു പോയിട്ട് അവരറിഞ്ഞില്ല. 1.5 ദിവസം നടന്നുപോയി. എന്താ ചിന്തിച്ചേ? പരിചയക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു. ഈ പലരുടെയും ക്രിസ്ത്യ ജീവിതം ഊഹപ്പുറത്താച്ച. കർത്താവ് കൂടെ ഉണ്ടെന്നൊരു ഊഹം, അഭിഷേകം പ്രാപിച്ചെന്നൊരു ഊഹം, കർത്താവ് വന്നാൽ പോകുമെന്ന് ഒരു ഊഹം. ഇന്ന് രാവിലെ നിനക്ക് ഊഹമല്ല, ഉറപ്പ് പ്രാപിക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഊഹിക്കുന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനദി ആ ദിവസം വരെ കാക്കുവാൻ ശക്തൻ. കൂടാരമാകുന്ന എൻ്റെ ഭവനം ഇങ്ങനെ അഴിഞ്ഞ ശേഷം ഞാൻ ദേഹസദിനായി എൻ്റെ കർത്താവിനെ കാണും. അതെൻ്റെ ഊഹമല്ല, അതെൻ്റെ ഉറപ്പത്രേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഞാനും ആ കൂട്ടത്തിൽ പറക്കും. അതെൻ്റെ ഊഹമല്ല, അതെൻ്റെ ഉറപ്പാണ്, അതെൻ്റെ ഉറപ്പാണ്, അതെൻ്റെ ഉറപ്പാണ്. ഉറപ്പുള്ള ദൈവമൈതൽ ശക്തിയോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, അതെൻ്റെ ഉറപ്പാണ്. കാഹളം ധ്വനിക്കുമ്പോൾ പറക്കുമെന്നുള്ളത് ഊഹമല്ല, യേശു വരുമെന്നുള്ളത് ഊഹമല്ല, ഉറപ്പാണ്. ഉറപ്പ് പ്രാപിച്ചോണം. ഞാൻ പറയുന്നത്, കൂടെ ഉണ്ടായിരുന്നവൻ്റെ വില അറിഞ്ഞില്ല. ആയിരക്കണക്കിന് ആളുകൾ കൂടെയുള്ള കർത്താവിൻ്റെ വില അറിയാതെ യാത്ര ചെയ്യുന്നു. അഭിഷേകത്തിൻ്റെ വില, വീണ്ടെടുപ്പിൻ്റെ വില, നിത്യതയുടെ വില നാം ഗ്രഹിക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, യൂണിവേഴ്സൊക്കെ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു. ഈ യൂണിവേഴ്സിനെ ഭരിക്കുന്ന ദൈവം, അതിനൊക്കെ ദൈവത്തിന് ചിലവായത് വെറും വാക്കുകളാ, വെറും വാക്കുകൾ. നമ്മൾ കേട്ടു, സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ള സകലവും സമുദ്രവും അതിലുള്ള സകലവും, ഇതൊക്കെ ഉണ്ടാക്കാൻ ദൈവത്തിന് ചിലവായത് വാക്ക്. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ഉണ്ടായി. നഷ്ടപ്പെട്ട മനുഷ്യനെ നേടാൻ ദൈവത്തിന് ചിലവായത് വാക്കുകളല്ലായിരുന്നു, തൻ്റെ പുത്രൻ്റെ ചോരയായിരുന്നു. അതുകൊണ്ടാണ് വേദവസം പറഞ്ഞ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു യേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ
കുഞ്ഞാടിൻ്റെ കൈ ഉയർത്തി വാ തുറന്ന് വിളിച്ചു പറ, കുഞ്ഞാടിൻ്റെ, ഉറക്കെ പറ, കുഞ്ഞാടിൻ്റെ വിലയേറിയ, ഉറക്കെ പറ, വിലയേറിയ, 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 വിലയേറിയ രക്തത്താലത്രേ, വിലയേറിയ രക്തം, വിലയേറിയത്. ലോകത്തിലെ സകല സ്വർണവും സകല വെള്ളിയും സകല പൗണ്ടും സകല ഡോളറും ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതൊട്ടിൽ നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഒരു തുള്ളി ഒഴിച്ചാൽ ആ തട്ടായിരിക്കും ഭാരം കൂടുതൽ. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. വിലയേറിയ രക്തം നൽകി നമ്മെ മുന്നിലേക്ക് വാങ്ങി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി രക്തം നൽകി. അവന് വേണ്ടി വിയർപ്പ് നൽകാൻ കഴിയുന്നോ നമുക്ക്? സ്തോത്രം. മറ്റതിപ്രധാനമായൊരു വേദഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. സ്തോത്രം. കൂടെയുള്ള കർത്താവിൻ്റെ വില അറിയണം. ശിഷ്യന്മാരെ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ തലവെച്ച് ഉറങ്ങുമ്പം കാറ്റടിക്കാൻ തുടങ്ങി. അവർ പേടിച്ച് നിലവിളിച്ചു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അപ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട്, കാറ്റും കടലും കൂടെ ഇവനെ കീഴടങ്ങുന്ന ഇവൻ ആരെ? കൂടെയുള്ളവനെ അവർക്കറിയത്തില്ല ആരായി കൂടെ ഉള്ളെന്ന്. പ്രതിസന്ധി ചെറുത് വരുമ്പോഴും നീ നിലവിളിക്കാൻ കാരണം കൂടെയുള്ളവൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്.